യാത്രകൾ ആസ്വദിക്കാനുള്ളതാണ്, എന്നാൽ അത് നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാകരുത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്ത് ഗതാഗത നിയമലംഘനം തുടർ കഥയാവുകയാണ്. രണ്ടാഴ്ചക്കിടെ 3 അപകടകരമായ യാത്രകളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കേരള രജിസ്ട്രേഷനുള്ള 2 വണ്ടികൾ ഉപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു. എന്നാൽ ഇന്നലെ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനത്തിനെതിരായ നടപടിയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമല്ല നടപടി എടുക്കേണ്ടതെന്നും ദേശീയപാതയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പെട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗത നിയമലംഘനം നടക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ അപകടകരമായ രീതിയിൽ ഓടിച്ച 3 വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങൾ പുറത്തു വരാത്ത രീതിയിൽ ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ ആ വഴി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജൂൺ 1-ാം തീയതിയായിരുന്നു ആദ്യത്തെ സംഭവം. ബൈസൺ വാലി സ്വദേശിയായ അപ്പു എന്ന ആൾ ഓടിച്ച മാരുതി സെൻ കാറിന്റെ ഡോറിൽ ഇരുന്നു കൊണ്ട് യുവാക്കൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തലനാരിഴയ്ക്ക് എതിരെ വന്ന വാഹനം അപകടത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉടനടി നടപടി തുടങ്ങി. അപ്പുവിനെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പിന്നീട് തുടർ നടപടികളിലേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടം കൊണ്ട് തീരുന്നതല്ലായിരുന്നു ഗ്യാപ്പ് റോഡിലെ അഭ്യാസ പ്രകടനങ്ങൾ. ജൂൺ 13-ാം തീയതിയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിലെ 2ാമത്തെ അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള കാറിന്റെ ഡോറിൽ കയറിയിരിക്കുന്ന യുവാവ് ഒരു കൈകൊണ്ട് മൊബൈൽ ഫോണും ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ആദ്യത്തെ 2 നിയമലംഘനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇന്നത്തെ നിയമലംഘനം നടന്നിരിക്കുന്നത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള കാറാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നോവ കാറാണ്. അതിൻ്റെ 3 ഡോറുകളിലും യുവാക്കൾ കയറി ഇരിക്കുകയാണ്. കൈകൾ വീശുന്നുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ യുവാക്കളുടെ വാഹനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഹനത്തിന്റെ പിന്നാലെ വന്ന വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ഡാഷ് ക്യാമയിലാണ് ഇവരുടെ അഭ്യാസ പ്രകടനങ്ങൾ കൃത്യമായി പതിഞ്ഞത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനമായതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഗതാഗത നിയമലംഘനങ്ങൾ നടത്താൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമായി മൂന്നാർ ഗ്യാപ്പ് റോഡിനെ മാറ്റണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ വരുന്നതാണ്. പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മൂന്നാർ ഗ്യാപ്പ് റോഡ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാറിനേക്കാൾ തിരക്കിപ്പോൾ ഗ്യാപ്പ് റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്. അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ അത് വിനോദസഞ്ചാരികൾക്കും അവിടെയുള്ള നാട്ടുകാർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കൃത്യമായ പെട്രോളിംഗ് ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ അപകടകരമായ യാത്ര ഒഴിവാക്കാമെന്നുള്ളതാണ് നാട്ടുകാർ ആവർത്തിക്കുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷയും. രാഹുൽ വിജയൻ, 24 ഇടുക്കി.